നല്ലൊരു ഈസ്റ്ററോ ക്രിസ്മസോ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ നല്ല പൂ പോലത്തെ ബ്രെഡും കൂട്ടി ഒരു ചിക്കൻ സ്റ്റൂ കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരുണ്ടോ? എന്നാൽ പിന്നെ വായോ, ഒരു കോട്ടയം സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ തന്നെ ഉണ്ടാക്കിക്കളയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് നമ്മൾ 2 ഇടത്തരം പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 3 ഓണിയൻ, അത് ഒന്ന് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ഇടത്തരം ക്യാരറ്റ്, പിന്നെ ഒരു 10 കാഷ്നട്ട്സും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് മസാലയാണ്. 3 വീതം ഗ്രാമ്പും ഏലക്കായും പിന്നെ ഒരു ചെറിയ പീസ് കറുവാപ്പട്ടയും ഇത്രയൊന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ഇത്രയൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കണം. ഒരുപാട് റോസ്റ്റ് ഒന്നും ആവണ്ട സ്റ്റൂവിനൊന്നും, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഒരു 10 കുരുമുളക്, അത് പൊടിക്കുകയോ ചതയ്ക്കുകയോ ഒന്നും ചെയ്യരുത്, മുഴുവനായിട്ട് തന്നെ ഇടണം. ആ കുരുമുളക് കടിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത്ര സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 600 ഗ്രാംസ് ചിക്കനാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതിനാവശ്യമായ കൂട്ടുമാണ് ഈ പറയുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ബോൺലെസ് ചിക്കനൊന്നും വേണ്ട, നമുക്ക് എല്ലോടുകൂടി ചിക്കൻ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഒരിടത്തരം തേങ്ങയുടെ പാല് പിഴിഞ്ഞതാണ്. 1-ാം പാൽ മാറ്റി വെച്ചതിന് ശേഷം 2-ാം പാലെടുത്തിട്ട് ആ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതങ്ങനെ മൂടി വെച്ച് അങ്ങനെ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന്, ഈ സ്റ്റൂവിൻ്റെ ചാറൊന്ന് കുറുകി വരാനായിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ തന്നെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒപ്പം 1-ാം തേങ്ങാപ്പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം. ഇത് തിളയ്ക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ തിളച്ച് കഴിഞ്ഞാൽ ഈ കറി അത്രയും പിരിഞ്ഞു പോകും. അതുകൊണ്ട് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് തുടങ്ങുമ്പോഴേക്കും തന്നെ ഓഫ് ചെയ്യണം. എന്നിട്ട് മറ്റൊരു നോൺ സ്റ്റിക്ക് പാനിൽ അല്പം നെയ്യ് ഒഴിച്ച് അതിലേക്ക് 2 ചുവന്നുള്ളിയും ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 10 കാഷ്നട്ട്സും കൂടെ ഒന്ന് മൂപ്പിച്ച് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ ചിക്കൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി കയറ്റിയ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.